ജയിലിനുള്ളിലേക്ക് ആൾക്കാർ വരുന്നു. എവിടെ നിന്നാണ്? ഒരു പൊതുസമൂഹത്തിൽ നിന്നാണ്. അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അന്നേരം സാധിക്കില്ല. പക്ഷേ നമ്മൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം, ഈ ഇന്ത്യയിൽ ജയിലുകളിൽ കോവിഡ് ബാധിക്കാതെ ഏറ്റവും കൂടുതൽ കാലം പിടിച്ചു നിന്ന ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലേതാണ്. അത് സുപ്രീം കോടതിയുടെ ആ സമയത്തെ ഒബ്സർവേഷൻ സംബന്ധിച്ച്, നിർദ്ദേശം സംബന്ധിച്ച് കുറേ വിധികളുണ്ടായിരുന്നു. ആ വിധികളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും കേരളത്തിലെ ജയിലുകളിൽ നടത്തിയിട്ടുള്ള നടപടികളെ സുപ്രീം കോടതി വളരെ അഭിനന്ദനാർഹമായിട്ട് പരിഗണിക്കുകയും അത് മറ്റ് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോളോ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജയിലിനുള്ളിലെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു. അപ്പോൾ എണ്ണം കുറയ്ക്കുന്നത്, പരമാവധി പേരെ നമ്മൾ പരോളിൽ വിടാൻ പറ്റുന്ന ആൾക്കാരെ മുഴുവൻ പേരെ നമ്മൾ പരോളിൽ വിട്ടു. കാരണം പരോളിന് ഉള്ള ആ കാലയളവ് ഇപ്പോൾ 2.5 മാസക്കാലം കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് 15 ദിവസം പരോൾ കിട്ടുന്നത്. പക്ഷെ അത് നമ്മൾ മാറ്റിയിട്ട് പരോളിൽ പോയി അവർക്ക് സമൂഹത്തിൽ പോയി ജീവിക്കാം എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള മുഴുവൻ പേരെ, ഓപ്പൺ ജയിലുകളിൽ നിന്ന് 100% ആൾക്കാരെ നമ്മൾ റിലീസ് ചെയ്തു.